നൊയമ്പുകാലം 5-ാം വാരം ഞായർ. തിരുവചനം. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. മലയാള സാഹിത്യകാരനായ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ കഥയ്ക്ക് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശവുമായി വളരെ സാമ്യമുണ്ട്. ചെറുകഥയിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പ്രവാചകൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ എല്ലാവരുടെയും കൈകളിൽ കല്ലുകൾ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം നിർബന്ധിച്ചപ്പോൾ പ്രവാചകൻ വിധി പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയുക. കല്ലുകളുമായി വന്നവർ വാശിയോടെ കല്ലെറിഞ്ഞു. അവൾ പിടഞ്ഞു വീണു, രക്തക്കളത്തിൽ മരിച്ചു. പാപബോധം നഷ്ടപ്പെട്ട 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ്റെ ധാർമ്മികത നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സുവിശേഷത്തിലെ പാപിയുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണപ്പോൾ, പാപമോചനം ലഭിച്ചപ്പോൾ അവൾ അനുഭവിച്ച സന്തോഷം എത്രമാത്രമായിരുന്നു. അവളെക്കുറിച്ച്, അവളുടെ ഭാവിയെക്കുറിച്ച് അവൾക്കില്ലാത്ത ഒരു വിശ്വാസം യേശുവിനുണ്ട്. ആ സന്ദേശമാണ് ഇന്ന് നമുക്കും യേശു നൽകുന്നത്. നമ്മെക്കുറിച്ച്, നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് നമുക്കില്ലാത്ത ഒരു വിശ്വാസം യേശുവിന് നമ്മെക്കുറിച്ചുണ്ട്. അതിനാൽ യേശു പറയുന്നു, പൊയ്ക്കൊള്ളുക, മേലിൽ നീ പാപം ചെയ്യരുത്.